കൊല്ലത്ത് കൊല്ലം കോർപ്പറേഷന്റെ വിശപ്പ് രഹിത പദ്ധതി ഗുഡ് മോർണിംഗ് കൊല്ലം എന്തായാലും അവിടെ 10 രൂപയ്ക്ക് ഇഡ്ഡലിയൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അവിടെ രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ് രാജ്കുമാർ. എന്തായാലും രാജ്കുമാർ വിശന്ന് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഈ 10 രൂപയ്ക്ക് ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. എങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണ വിശേഷങ്ങൾ? രാവിലെ ഇതിപ്പോൾ കൊല്ലം ചിന്നക്കട ബസ് ബേ ആണ്. കൊല്ലം ചിന്നക്കട ബസ് ബേ ആണിത്. ഇവിടെ നിരവധി പേർ, ഇവിടെ വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ രാവിലെ ഒരു 7 മണി മുതൽ ഇവിടെ എത്തിച്ചേരുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ കൊല്ലം കോർപ്പറേഷൻ്റെ ഈ ഒരു ഔട്ട്ലെറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 10 രൂപ കൊടുത്താൽ രാവിലെ 7 ഇഡ്ഡലി കിട്ടും. 4 ഇഡ്ഡലി കിട്ടും. രാവിലെ 7 മണി മുതൽ 9:30 വരെ, 9:30 വരെയാണ് ഇതിൻ്റെ ഒരു വിതരണം. 4 ഇഡ്ഡലിയും സാമ്പാറും അതാണ് ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കാണാം, ഈ ഓരോരുത്തർ കഴിക്കുന്നത്. അവർക്ക് മറ്റുള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ട്, എന്നാലും ഒരു 10 രൂപയ്ക്ക് 4 ഇഡ്ഡലി കിട്ടുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആര് തന്നെയായാലും പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ വന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിക്കണം, ഒരു ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള നേരമല്ല, ബസ് ഉടനെ വരും, അങ്ങനെയുള്ളവർക്കും ഇതൊരു വലിയ ഉപകാരപ്രദമാണ്. അതിലുപരിയാണ് ഈ പറഞ്ഞ ഈ ഇതിൽ വിശപ്പ് രഹിത ഈ പദ്ധതി എന്ന് പറയുന്നത്. കൊള്ളാം, നല്ല ഇതുപോലെയൊക്കെ തുടങ്ങണം, നല്ല കാര്യമാണ്. പിന്നെ നല്ല ആഹാരം, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം കുഴപ്പമില്ല. ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. 10 രൂപയ്ക്ക് കഴിച്ചതെന്ന് തോന്നുന്നില്ല. 10 രൂപയൊന്നും അല്ല, 10 രൂപയുടെ അല്ല, ആഹാരം കൊള്ളാം. നമുക്ക് ഒരു രാവിലെ വന്നൊരു ആഹാരം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. നല്ല കൊള്ളാം. നമ്മുടെ സാധാരണക്കാരന് പിന്നെ രാവിലെ 10 രൂപ കൊടുക്കുമ്പോൾ 4 ഇഡ്ഡലിയും സാമ്പാറും അത് കിട്ടുന്നുണ്ട്. ടേസ്റ്റിനും കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. സ്ഥിരമായി കഴിക്കാറുണ്ട്? ഞാൻ മിക്കവാറും ഒക്കെ കഴിക്കും. എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. ഓരോ ദിവസം മാറി മാറി ഉണ്ടാവും. ഇഡ്ഡലി, ഇടിയപ്പം, അപ്പം, ചപ്പാത്തി, അങ്ങനെ മാറി മാറി ഓരോ ദിവസമാണ്. നല്ല ഫുഡാണ്. സാമ്പാർ സ്ഥിരം വരാറുണ്ട് ഇവിടെ. ആരംഭിച്ച നാൾ മുതൽ ഇവിടെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ ഇവിടുത്തെ ചുമതല രജിതയ്ക്കാണ്. രജിത, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? കോർപ്പറേഷൻ്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? കോർപ്പറേഷൻ്റെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്. അതുപോലെ പൊതുജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു കാരണം അവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. കാരണം 10 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക്, ഈ കൂലിപ്പണിക്കാർക്കായാലും ഈ എല്ലാവർക്കും, ഈ തുടുങ്കടയിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും എല്ലാവർക്കും വലിയൊരു ഉപകാരമാണ് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ്റെ ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ. ആർക്കും മറക്കാൻ പറ്റാത്തൊരു പദ്ധതി. അത്രയ്ക്ക് നല്ല രീതിയിൽ വിജയകരമായി പോകുന്നുണ്ട്. ഇതുവരെയും ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ എല്ലാ ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കൂടുതൽ ആളുകൾ എത്തുന്നു. ചേട്ടാ, ഇവിടെ വരാറുണ്ടോ ഇഡ്ഡലി കഴിക്കാൻ? വരുന്നുണ്ട്. ഇതാകുമ്പോൾ വിലക്കുറവ് സ്വിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുക. ഇതാകുമ്പോൾ വിലക്കുറവായിരിക്കും, വയറിറയും ചെയ്യും. അതാ സ്ഥിരം വരാറുണ്ട്. സ്ഥിരം വരാറുണ്ട്. കഴിയുമ്പോൾ വന്നിട്ടുണ്ട്. സ്ഥിരം വരാറുള്ളതാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കിത് അഫോർഡബിൾ ആണ്. 10 രൂപയ്ക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സമയലാഭമുണ്ട്. ബസ് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പോകാനും പറ്റുന്നുണ്ട്. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ കോർപ്പറേഷൻ്റെ ഈ പദ്ധതിയെ കുറിച്ച് എന്താ പറയുന്നത്? പേരെന്താ? എവിടെ സ്ഥലം? എളമ്പള്ളൂര് അല്ലേ? കുണ്ട്ര എളമ്പള്ളൂരിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ? ഒരു വീട്ടമ്മ കൂടിയല്ലേ? കൊള്ളാം, നല്ല രീതിയിലുള്ള ഭക്ഷണം, എല്ലാവർക്കും സഹായകരമായൊരു. 10 രൂപ കൊടുത്താൽ 4 ഇഡ്ഡലി അല്ലേ? വൈകിട്ട് എത്ര മണിക്കുള്ള വാർത്ത? ലൈവാണ്, തത്സമയം ജനം കണ്ടുകൊണ്ടിരിക്കും. ഭദ്ര കേട്ടല്ലോ. അതെ രാജ്കുമാർ, എന്തായാലും ഞാനത് കേട്ടു. രാജ്കുമാർ അവിടുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 10 രൂപയ്ക്ക് 4 ഇഡ്ഡലിയൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയൊരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാജ്കുമാർ. എന്തായാലും അവരുടെ ഒരു വലിയ പ്രവർത്തനം, ഈ കൊല്ലം കോർപ്പറേഷൻ്റെ വലിയ പ്രവർത്തനം, അത് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും കൈരളിയുടെ ഭാഗത്തു നിന്നും നേരുകയാണ് രാജ്കുമാർ.